സരസ്വതി വിദ്യാമന്ദിർ നന്മിണ്ട രാമായണ മാസാചരണം 28-ാം ദിവസം. ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ PR നാഥൻ. പ്രിയപ്പെട്ട കുട്ടികളെ, കർക്കിടക മാസമാണ്. രാമായണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്ദേശം തരണമെന്ന് എൻ്റെ ആത്മമിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗോപാലൻകുട്ടി മാസ്റ്റർ പറഞ്ഞതനുസരിച്ചാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. പഴയ കാരണവന്മാർ പറഞ്ഞ ഒരു വരി എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. രാമായണം എന്ന ഗ്രന്ഥം മനസ്സിലാക്കണമെങ്കിൽ 1000 വർഷം പഠിക്കണമെന്ന്. ഇത് കേൾക്കുമ്പോൾ കുട്ടികളായ നിങ്ങൾ വിചാരിക്കും, 1000 കൊല്ലം, ഒരു മനുഷ്യൻ പരമാവധി എത്ര കാലം ജീവിച്ചിരിക്കും? 1000 കൊല്ലമോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അത്രയേറെ അത് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. ആധുനിക ശാസ്ത്രം എത്ര പുരോഗമിച്ചിരുന്നാലും രാമായണത്തിൻ്റെ പ്രാധാന്യം അതുപോലെ ഉയർന്ന് വരും. വാൽമീകിയാണ് രാമായണം എഴുതിയത്. വാൽമീകിയുടെ ആദ്യത്തെ പേര് രത്നാകരൻ എന്നായിരുന്നു. പിടിച്ചുപറിക്കാരനായിരുന്നു. സപ്തർഷികളുമായിട്ടുള്ള സത്സംഗം വന്നപ്പോൾ മനസ്സിന് പരിവർത്തനം വന്നു. നമ്മളുടെ ഒക്കെ മനസ്സിന് പരിവർത്തനം വരും. ആരാണ് നമ്മുടെ കൂട്ടുകാർ, ആരുമായിട്ടാണ് സഹവാസം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സപ്തർഷികളുമായിട്ട് ബന്ധപ്പോൾ അവർ ചില കാര്യങ്ങൾ ചോദിച്ചു. രത്നാകരൻ വാൽമീകിയായിട്ട് മാറി. ഒരർത്ഥം കൂടി അതിനുണ്ട്. രത്നത്തെ ആകാരത്തിൽ ഒളിപ്പിച്ച് വെച്ചവനാണ്. നമ്മളിലൊക്കെ ആകാരത്തിനകത്ത് വലിയ വലിയ രത്നങ്ങളുണ്ട്. ഇത് കേൾക്കുന്നത് നിങ്ങൾ ആരും മോശക്കാരല്ല, വളരെ മിടുക്കന്മാരാണ്. നിങ്ങളുടെ അകത്ത് രത്നമുണ്ട്, ആകാരത്തിനകത്ത്. അത് സജ്ജന സമ്പർക്കം വരുന്ന സമയത്ത് അതങ്ങോട്ട് തെളിയും, കവിത്വം പുറത്തേക്ക് വരും. ഈ രാമായണത്തിന് അനവധി അർത്ഥങ്ങളുണ്ട്. വാൽമീകി എഴുതിയതിനു ശേഷം 100 കണക്കിൽ എന്ന് തന്നെ പറയാം. ഒരു 60ഓളം രാമായണം ഞാൻ വായിച്ചിട്ടുണ്ട്. 100 കണക്കിന് രാമായണങ്ങൾ പലരും അവരുടേതായുള്ള രീതിയിൽ എഴുതിയെങ്കിലും മലയാളികളായ നമ്മൾ കർക്കിടക മാസത്തിൽ വായിക്കുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം ആണ്. ആ അധ്യാത്മരാമായണം എന്നുള്ളത് ഈ മഴക്കാലത്ത് വായിക്കുമ്പോൾ എല്ലാവരും പറയുക ഹനുമാൻ അത് കേട്ടുകൊണ്ട് ഇരിക്കുന്നതാണ്. എവിടെ രാമായണം വായിച്ചാലും ഹനുമാൻ കേട്ടുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം തികച്ചും നമുക്കൊരു സംശയം തോന്നും. അപ്പം എല്ലാവരും രാമായണം വായിക്കുമ്പോൾ, ലക്ഷക്കണക്കിന് ആൾ വായിക്കുമ്പോൾ അവിടെയൊക്കെ ഈ ഹനുമാൻ വന്നിരിക്കാൻ പറ്റുമോ? രാമായണത്തിലെ കഥാപാത്രങ്ങൾക്ക് വളരെ പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥമാണ് ഉള്ളത്. തന്ത്രശാസ്ത്രമൊക്കെ ആയിട്ട് നിങ്ങൾ ഭാവിയിൽ പഠിക്കുമ്പോൾ രാമായണത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലും. അഹങ്കാരമില്ലാത്ത ഭാവമാണ് ഹനുമാൻ. ഹനുമാൻ എന്ന് പറഞ്ഞാൽ ഈഗോ ഇല്ലാത്ത അവസ്ഥയാണ്. ആര് രാമായണം വായിക്കുന്നുവോ അവരിൽ അഹങ്കാരമില്ലാതെയാവും, ഈഗോ ഇല്ലാതെയാവും. ഹനുമാൻ അവരുടെ അകത്ത് താനെ ഉണ്ടാകും. ഹനുമാൻ എത്ര വേണമെങ്കിൽ വലുതാവാൻ പറ്റും. അതേ സമയത്ത് ഹനുമാൻ എത്ര വേണമെങ്കിൽ ചെറുതാവാനും ഹനുമാനും കഴിയും. ഇങ്ങനെ രാമായണത്തിലത്തെ കഥാപാത്രങ്ങൾക്ക് മുഴുവൻ വളരെ വലിയ അർത്ഥമാണ് ഉള്ളത്. ആ വളരെ വലിയ അർത്ഥം എന്ന് പറഞ്ഞാൽ ബാലി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രലോഭനങ്ങൾ, ടെംപ്റ്റേഷൻ. പ്രലോഭനങ്ങളുമായിട്ട് നേരിട്ട് എതിരിട്ടാൽ നമ്മുടെ പകുതി ശക്തി അങ്ങോട്ട് പോകും.
ലഹരി വസ്തുക്കൾ കാണുകയോ കേൾക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്താൽ നമ്മുടെ പിന്നെ ശക്തി മുഴുവൻ പോയി, പകുതി ശക്തി അപ്പോഴേ പോയി. ആ പ്രലോഭനങ്ങൾ വരുന്ന സമയത്ത് അതിനെ ഒളിയമ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്നുള്ള വലിയ അർത്ഥതലമാണ് ബാലിവധത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഓരോ കാര്യമെടുത്തിരുന്നാലും ശ്രീരാമൻ, സീത, അതിൽ മോശമായ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് രാമായണത്തിലില്ല. എല്ലാ കഥാപാത്രത്തിനും പ്രാധാന്യമുണ്ട്. ഇത്തവണ ഒരു പത്രം എന്നോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മന്ധരയെക്കുറിച്ചും കുംഭകർണനെക്കുറിച്ചും എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ എഴുതുന്നുണ്ട്. മന്ധരൻ വളരെ നല്ല കഥാപാത്രമാണ്. സരസ്വതിക്ക് ഏറ്റവും ഇഷ്ടം മന്ധരയായതുകൊണ്ടാണ് മന്ധരയുടെ നാക്കിലൂടെ ചില പ്രശ്നങ്ങൾ വന്ന് രാമായണ കഥയ്ക്ക് ആ ട്വിസ്റ്റ് ഉണ്ടാക്കിയത്. കുംഭകർണൻ വളരെ നല്ലവനും മനുഷ്യസ്നേഹിയുമായിട്ടുള്ള കുംഭകർണനാണ്. പക്ഷെ തമോ ഗുണപ്രകൃതക്കാരനാണ്. തമോ ഗുണപ്രകൃതമുള്ള വ്യക്തികൾ രജോ ഗുണക്കാരുടെ കൂടെയാണ് നിൽക്കുക. രാമായണം തരുന്ന സന്ദേശമാണ്. വിഭീഷണൻ സത്വഗുണമാണ്. സത്വഗുണമുള്ളവർ നിൽക്കുക, രജോ ഗുണത്തിൻ്റെ കൂടെയല്ല, പരാശക്തിയുടെ പരമാത്മാവിൻ്റെ കൂടെ നിൽക്കുക. അങ്ങനെ വളരെ വലിയ തത്വങ്ങളുള്ള രാമായണത്തിൻ്റെ കഥ നിങ്ങൾ മനസ്സിലാക്കണം. കർക്കിടക മാസത്തിൽ വായിക്കണം. ജീവിതത്തിൽ അത് പകർത്തുക തന്നെ വേണം. കാരണം നമുക്ക് പകർത്താവുന്ന അനവധി കാര്യങ്ങൾ അതിൽ ഉണ്ട്. എല്ലാവർക്കും ആശംസകൾ. നമസ്കാരം.